തുടരണോ എന്നുള്ളത് അവരല്ലേ തീരുമാനിക്കണം. അവർക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ അൻവറിനെ വെക്കുവോ? ഇത്രയേറെ കാര്യങ്ങൾ പച്ചയായി പരസ്യമായി പറഞ്ഞിട്ട് അൻവറിനെ ഇപ്പോഴും എന്തുകൊണ്ട് നടപടിയെടുത്ത് പുറത്താക്കുന്നില്ല? നടപടിയെടുത്ത് പുറത്താക്കിയാൽ ഇനിയും പലതും വരും. അൻവർ രാത്രി ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെക്കെതിരെ നടപടിയെടുത്താൽ ഞാൻ ഇന്നത് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണിപ്പെടുത്തലിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കാത്തത്. അല്ലെ, ഞങ്ങളാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും, ഞാൻ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. എൻ്റെ ഒരു പാർട്ടി MLA ആണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ ഐ വിൽ കിക്ക് ഹിം ഔട്ട്. സംശയം എന്താ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇനിയും പറയാനുണ്ട്. അദ്ദേഹം പറയുന്നില്ല, എന്നിട്ടും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തള്ളി പറയാത്തത്? കഴിയുന്നില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? മുഖ്യമന്ത്രിയെയും ശശിയെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞല്ലേ അദ്ദേഹം വിമർശിക്കുന്നത്. എന്നിട്ട് എന്തേ നടപടിയില്ലാത്തത്? നടപടിയെടുക്കാൻ ഭയമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടിയിൽ മനസ്സിൽ വേറെ പല രഹസ്യങ്ങളുണ്ട്. അതൊക്കെ വെളിയിൽ വന്നാൽ കൂട്ടേറ്റി പോണ്ടി വരും, അല്ലെങ്കിൽ CPM നിന്ന് തന്നെ തല്ല് കൊള്ളേണ്ടി വരും മുഖ്യമന്ത്രി. അതെ, അത്രയും സമയം അവർ മിണ്ടിയിട്ടില്ല. അതുപോലെ CPIക്കാരോ അത് തന്നെ ശോചനീയമാണ്. ദയനീയമല്ല, ശോചനീയം. എന്തിനാണ് എന്നതാണ് CPIക്കാരോട് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ CPMന്റെ പിണറായി വിജയന്റെ കിങ്കരന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ? സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ CPIക്ക്? CPI പറയാന്നല്ലാതെ പ്രവർത്തന രംഗത്തേക്ക് എന്തുകൊണ്ടാണ് CPIക്കാർക്ക് ധൈര്യമില്ലാത്തത്? അവർക്കും ചില ആശങ്കകളുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോൾ UDFിലേക്ക് തെറ്റിദ്ധരുത്തി അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും. നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ തിരുത്താൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ CPIയെ ഞങ്ങൾക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി അടിയന്തരമായി ചർച്ച ചെയ്യും. അതെ, ആവശ്യത്തിന് വിലയില്ല എന്നല്ല, ആവശ്യത്തിനോട് ആത്മാർത്ഥതയില്ല. അവർ പറയുന്നത് ഒന്ന്, പക്ഷേ അത്രയൊന്നും ആത്മാർത്ഥത അവർ കാണിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ പറയാതെ അതിന് കുറ്റം വേണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നതിൻ്റെ ഒക്കെ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് പുകമറയിട്ടുകൊണ്ടാണ് പറയുന്നത്. നേരെ ചൊവ്വ അവർ പറയുന്നില്ല, സത്യസന്ധമായി പറയുന്നില്ല. അവിടെയൊക്കെ അവരവർക്കും താല്പര്യങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നിന്ന് കത്തിജ്വലിക്കുന്നുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. അല്ല, അത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം ഒന്നുമല്ല. ശരി, ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു അന്വേഷണം, ഇതിന്റെ സമാധാനം നടക്കുമല്ലോ. അപ്പൊ അതിലൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് P. ശശിയുടെ ഇടപെടലുകൾ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി P. ശശി സംരക്ഷിക്കുന്നത്? P. ശശിയുടെ ഒക്കെ ഒരുപാട് രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരാൾക്കെതിരെ അപമാനിക്കാനൊന്നും പുറപ്പെടാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളതിലേക്ക് കിടക്കുന്നുമില്ല. പക്ഷേ ശശിയുടെ കഴിഞ്ഞ കാലം ഗുണകരമല്ല, എല്ലാ ആളുകൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആ ശശിയെ കെട്ടിപ്പോയി നടക്കേണ്ട ഒരു ഗതികേട് എന്തിനാണ് പിണറായി വിജയനും CPMനും? അതാണ് എൻ്റെ ചോദ്യം. വേറെ എത്ര ആളുണ്ട് CPMന്റെ അകത്ത്? നിർത്തിയിരിക്കുക. ഇപ്പം അങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ. ശരി, ഓക്കെ.